നമസ്കാരം. തങ്കമണി സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും സെൻസർ ബോർഡിനും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. സിനിമയുടെ പേരിൽ നാടിന്റെ പേരും തങ്കമണിയിലെ സ്ത്രീകളെ നാണം കെടുത്തുന്നെന്ന് ആരോപിച്ച് മാധ്യമപ്രവർത്തകനായ VR ബിജു അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സംസ്ഥാന പോലീസ് മേധാവി, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി, സംവിധായകൻ രതീഷ് രഘുനന്ദൻ, നിർമ്മാതാവ് RB ചൗധരി, നടൻ ദിലീപ് എന്നിവരാണ് 1 മുതൽ 6 വരെ എതിർകക്ഷികൾ. നാട്ടിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് കച്ചവടച്ചരക്കാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. സിനിമയുടെ ടൈറ്റിൽ ഗാനത്തിൽ പറയുന്നത് പോലെ ഒരു സ്ത്രീയും ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല. 1986-ലുണ്ടായ യഥാർത്ഥ സംഭവം ആസ്പദമാക്കിയാണ് രതീഷ് രഘുനന്ദൻ സിനിമ ചെയ്യുന്നത്. നാട്ടുകാരൻ എന്ന നിലയിൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് സംബന്ധിച്ച FIR ഇവിടെ. ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായി സംസ്ഥാന ഗവൺമെന്റ് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുത്തില്ല? സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന് എന്താണ് രേഖ? സംസ്ഥാന ജില്ലാ പോലീസ് മേധാവിമാർ മറുപടി നൽകണമെന്നും ബിജു പറയുന്നു. തങ്കമണി എന്ന സിനിമ 1986 ഒക്ടോബർ മാസം 20-ാം തീയതി ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ്. അതിനു പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ ചരിത്രങ്ങളും രാഷ്ട്രീയ വേലിയേറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് അക്കാലത്ത് ഒരു സിനിമ ഇറങ്ങി, ഇതാ സമയമായി. അതിനുശേഷം ആ കഥകളൊക്കെ കെട്ടടങ്ങി. പിന്നീട് ഇപ്പോഴിതാ തങ്കമണി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങുകയാണ്. രതീഷ് രഘുനന്ദനാണ് സംവിധായകൻ. RB ചൗധരിയുടെ കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്. ദിലീപാണ് നായകൻ. ഈ സിനിമ പറയുന്നത് ഇൻ ദ റിയൽ സ്റ്റോറി ഇൻ ദ ബ്ലീഡിംഗ് വില്ലേജ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സംഭവിച്ച കഥയാണ്. രക്തം ചൊരിയുന്ന വില്ലേജാണ് തങ്കമണി എന്നാണ്. പെണ്ണിന്റെ പേരല്ല തങ്കമണി, ഇത് മണ്ണിന്റെ പേരാണ് തങ്കമണി എന്നാണ് ടൈറ്റിൽ സോങ്ങിൽ തന്നെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു അവിടെ പെണ്ണിന്റെ മാനം വിറ്റു എന്നൊക്കെ പറഞ്ഞ്, അതായത് രക്തം ചിതറിയ ഒരു സ്ത്രീയുടെ ചിത്രമൊക്കെ വെച്ചാണ് അത് പരസ്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി തങ്കമണിയിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പോലീസുകാർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ സിനിമ പറയുന്നത്. കാരണം ഇങ്ങനൊരു കിംവദന്തി മുൻപും ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, തങ്കമണിയിലെ ഒരു സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല. ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ചില കിംവദന്തികൾ ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു കേസും ഇത് സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്കമണി എന്ന സിനിമ തങ്കമണി എന്ന ഗ്രാമത്തിലെ സ്ത്രീകളുടെ, അതായത് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ അമ്മ, എൻ്റെ സഹോദരി ഉൾപ്പെടെ ഉള്ളവരുടെ, എൻ്റെ മകൾ ഉൾപ്പെടെ ഉള്ളവരുടെ മാനത്തിന് വില പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഇന്ന് ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് സുപ്രധാന പരാമർശം നടത്തിയിരിക്കുന്നു. ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ആ കേസിൽ പറയുന്നു, ഞാൻ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി, സംസ്ഥാന സെൻസർ ബോർഡ്, RB ചൗധരി നിർമ്മാണ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, അതുപോലെ നായകൻ ദിലീപ്, അതുപോലെ സംവിധായകൻ രതീഷ് രഘുനന്ദൻ, 6 പേരെ പ്രതികളാക്കിയാണ് ഞാൻ കേസ് കൊടുത്തത്. 6 പേർക്ക് നോട്ടീസ് അയക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും അവർക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എന്നെ കേൾക്കണമെന്നാണ് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജോമി കെ ജോസ് ആണ് ഹാജരായത്. എന്റെ ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് അതിന്റെ FIR ഉള്ളത്? അങ്ങനെ ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഈ കാലത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റ് നഷ്ടം കൊടുത്തില്ല? ആ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് എവിടെ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ കേസ് ജയിക്കാൻ വേണ്ടി ചില കിംവദന്തികൾ അക്കാലത്തെ മാധ്യമങ്ങളൊക്കെ എഴുതി. പക്ഷേ കിംവദന്തികൾ നോക്കിയല്ല കോടതി കേസ് പരിഗണിക്കേണ്ടതും അല്ലെങ്കിൽ ഒരു വിഷയത്തെ സമീപിക്കേണ്ടതും. ഒന്നിൽ തങ്കമണി എന്ന പേര് മാറ്റണം, ഇതില്ല എങ്കിൽ അതിൽ ഇത് റിയൽ സ്റ്റോറി എന്ന് മാറ്റണം, അതായത് സംഭവിച്ച കഥ എന്നുള്ളത് മാറ്റണം. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മറപറ്റിയുള്ള ഇത്തരം ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു തീരുമാനം എനിക്ക് അനുകൂലമായി ഉണ്ടായി. ഞാൻ മേൽപ്പറഞ്ഞ 5 പേർക്കെതിരെയും കോടതി നോട്ടീസ് അയക്കുവാനും ഉത്തരവായിട്ടുണ്ട്.